നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാകുന്ന വിലവർധനവിനെതിരെ ജില്ലയിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കരാറുകാരുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ആ കരാറ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രവൃത്തി വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ പരമാവധി റേറ്റ് കുറച്ചാൽ കോമ്പറ്റൻ്റ് ആണ്. അപ്പോൾ പരമാവധി റേറ്റ് കുറക്കാനാണ് സ്വാഭാവികമായും. എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ നിലവിലുള്ള വിലയാണ് നിങ്ങളുടെ കാൽക്കുലേഷനിൽ വരിക. 2023 വിലവർധനവ് ഉണ്ടായപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ സമരം നടന്നപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളെ ഉൾപ്പെടുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു. എന്നാൽ ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഈ വർഷവും അടിക്കടി ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുകയാണ് ക്വാറി ക്രഷർ ഉടമകൾ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 50% വിലവർധനയാണ് ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. തെറ്റായ രീതിയിൽ ഉൽപാദനം നടത്തിയതിന്റെ ഭാഗമായി വന്ന ഫൈൻ ഗുണഭോക്താക്കളുടെ മേലെ കെട്ടിവെക്കുകയാണ് ക്വാറി ഉടമകൾ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കരാറുകാരുടെ സംഘടനയായ KGCF, GCA, AGCF, പ്രൈവറ്റ് മേഖലയിലെ കരാറുകാരായ PBCA, സിമാക് തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മനോഹരൻ ടി അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ KK രാധാകൃഷ്ണൻ, PV കൃഷ്ണൻ, C മോഹനൻ, P മോഹനൻ, K രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.